ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹവും യേശു കർത്താവിൻ്റെ മാറ്റമില്ലാത്ത കൃപയും പരിശുദ്ധാത്മാവിൻ്റെ വിട്ടുമാറാത്ത സാന്നിധ്യവും നാം ഏവരോടും കൂടെ ഈ നിമിഷം വരെയും ഉണ്ടായിരുന്നതോർത്ത് ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിൻ്റെ ഈ ജനറൽ കൺവെൻഷനിൽ ഈ രണ്ടാം പ്രാവശ്യം ദൈവവചനവുമായിട്ട് നിൽക്കുവാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ആയുസ്സിനെ ദീർഘമാക്കി തന്ന ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. മരണത്തിൽ നിന്ന് വിടുവിച്ച്, പാപത്തിൽ നിന്ന് വിടുവിച്ച്, നിരാശയിൽ നിന്ന് വിടുവിച്ച് ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവകൃപയ്ക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു. ബഹുമാന്യനായ ടി.ജെ. ശമേൽ സാറ്, തോമസ് ഫിലിപ്പ് സാറ്, ഐസക് വി. മാത്യു സാർ, ഇങ്ങനെ ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ദൈവമാക്കി വച്ചിരിക്കുന്ന ദൈവഭൃത്യന്മാരെ ഓർത്ത് ഞാനും സ്തോത്രം പറയുന്നു. ക്രിസ്തീയ വേദശാസ്ത്രം പെന്തക്കോസ് വീക്ഷണത്തിലെന്ന പുസ്തകം ഇറങ്ങുന്നുവെന്ന് കഴിഞ്ഞ വർഷം കേട്ടപ്പോൾ ആദ്യം ബുക്ക് ചെയ്ത കൂട്ടത്തിലൊരാളാണ് ഞാൻ. 2 ബുക്ക് ഞാൻ ബുക്ക് ചെയ്തു. അത് വന്നിട്ടുണ്ടെന്ന് എന്നോട് ഇവിടെ അതിൻ്റെ ചുമതല വഹിക്കുന്ന ഇടയ്ക്കാട് സാറ് പറഞ്ഞിട്ടുണ്ട്. അത് എത്തിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുസ്തകം നമ്മുടെ സമ്പത്താണ്. ഇതിൻ്റെ അധ്വാനം ചെറിയൊരു ട്രാക്റ്റെങ്കിലും എഴുതിയിട്ടുള്ളവർക്കറിയാം. ഒരു പുസ്തകം, വിശേഷാൽ ഉപദേശപരമായ പുസ്തകം ഇറങ്ങണമെങ്കിൽ എത്രമാത്രം മണിക്കൂറുകൾ അതിൻ്റെ പിന്നിൽ യാഗമാക്കേണ്ടതുണ്ടെന്ന് ഈ തലമുറയ്ക്ക് മനസ്സിലാകത്തില്ല. പിന്നത്തേതിലത് മനസ്സിലാകും. ഇവിടെ എനിക്ക് മുമ്പേ ദൈവവചനം പറഞ്ഞുകൊണ്ടിരുന്ന ദൈവദാസനിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചതിനാൽ നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ശുശ്രൂഷയിൽ എൻ്റെ ആരംഭകാലം മുതൽ എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ബഹുമാന്യനായ ദൈവദാസൻ ഡോക്ടർ ജോൺസൺ ദാനിയേൽ ചെറുവക്കൽ ഇവിടെയുണ്ട്. മറ്റെനിക്ക് ഒത്തിരി സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒത്തിരി ദൈവദാസന്മാരും ദൈവമക്കളുമുണ്ട്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദൂതിനു വേണ്ടി നമുക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാം. എല്ലാവരും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പുറം കണ്ണുകളടച്ച് ഒരു നിമിഷം സ്തോത്രം ചെയ്താട്ട്. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ, വചനം അയക്കണമേ. അയക്കപ്പെടുന്ന വചനത്തിൻ്റെ ശക്തി രാത്രി പന്തലിൽ എല്ലാവരും അറിയട്ടെ. ഈ ദേശമതറിയട്ടെ. ഇവിടെ വാഴുന്ന വാഴ്ചകളത് അറിയട്ടെ. ഇൻ്റർനെറ്റിലൂടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ വീടുകളിലും അയക്കപ്പെടുന്ന വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. അവൻ തൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുന്നു. അവരുടെ കുഴികളിൽ നിന്ന് അവരെ കയറ്റുന്നു. ഇന്ന് ഈ അയക്കപ്പെടുന്ന വചനം ചിലരെ അവരുടെ കുഴിയിൽ നിന്ന് കയറ്റുന്ന രാത്രിയാകയാൽ സ്തോത്രം. നിരാശയുടെ കുഴിയിൽ നിന്ന്, അപകർഷതയുടെ കുഴിയിൽ നിന്ന്, ഭയത്തിൻ്റെ കുഴിയിൽ നിന്ന്, രോഗത്തിൻ്റെ കുഴിയിൽ നിന്ന് ഇന്ന് രാത്രി ചിലരെ കയറ്റുന്ന വചനം അയക്കപ്പെടുന്നതിനാൽ സ്തോത്രം. സൗഖ്യമാക്കുന്ന വചനം അയക്കപ്പെടുന്നതിനായി സ്തോത്രം. കെട്ടുകളെ അഴിക്കുന്ന വചനം അയക്കപ്പെടുന്നതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ 40-ലധികം വർഷമായി വചനം ധ്യാനിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് പ്രസംഗത്തിനുള്ള ഒരു ഒരുക്കം ഉണ്ട്. എങ്കിലും എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുക. എന്താണ് പറയേണ്ടത്? കർത്താവേ, ഒരു വാക്കുപോലും സ്വന്തത്തിൽ നിന്നെടുത്ത് പറയാതെ മുഴുവനും പരിശുദ്ധാത്മാവ് തരുന്നത് പറയാൻ നയിക്കണേ എന്നിങ്ങനെ നിലവിളിച്ചുകൊണ്ടാണ് നടക്കുന്നത്.
അങ്ങനെ ഇവിടെ പുതിയ ബിൽഡിങ്ങിൽ വന്ന് 15 മിനിറ്റ് വിശ്രമിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആ ദൂതിൻ്റെ ചിത്രം വ്യക്തമായി. വളരുന്ന സഭ എന്ന ഒരു ശബ്ദം ഞാൻ കേട്ടതുപോലെ എനിക്ക് തോന്നുന്നു. അതിനുവേണ്ടി ഒരു വചനം ഞാനിങ്ങനെ നോക്കി. അത് മത്തായി സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ ഉള്ള വാക്യങ്ങളാണ്. നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 16-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാർ. 15 മുതൽ വായിക്കണേ. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബറിയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ആമേൻ. ഇതൊരു വെല്ലുവിളിയാണ്. ഞാൻ പണിയും, അതിനെ ആർക്കും തകർക്കാൻ കഴിയില്ല. ഇന്ന് രാത്രി ആ വെല്ലുവിളി നമുക്കങ്ങ് ഏറ്റെടുക്കാം. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ദൈവത്തിൻ്റെ പണിയെ തകർക്കാൻ ആർക്കാണ് കഴിയുക? ലോകത്തിൽ ഒരു സമുദായത്തിനോ ഒരു പാർട്ടിക്കോ ഒരു ഗവൺമെൻറ്റിനോ ദൈവസഭയുടെ വിരോധമൊന്നുമില്ല. കാരണം ക്രിസ്തീയ സഭയുടെ ചരിത്രമെടുത്താൽ നമ്മളാരും തല്ലാൻ പോയിട്ടില്ല, കൊല്ലാൻ പോയിട്ടില്ല. നമ്മളൊരു ഭീഷണിയല്ല ആർക്കും. പക്ഷേ നമ്മളെ ഉപദ്രവിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്നെങ്കിൽ അത് പിശാചാണ്. പിശാച് നേരിട്ട് ചെയ്യുന്നില്ല, ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഓർക്കുക, ദൈവസഭയ്ക്ക് ദോഷം വരുന്ന ഒരു വാക്കോ ഒരു എഴുത്തോ ഒരു പ്രവൃത്തിയോ താങ്കളുടെ കയ്യിൽ നിന്നോ വായിൽ നിന്നോ മനസ്സിൽ നിന്നോ വന്നാൽ നിങ്ങൾ പിശാചിനു വേണ്ടി വർക്ക് ചെയ്യുന്നു എന്ന് ഓർത്തുകൊള്ളുക. ഒന്നുകൂടെ പറയാം. ദൈവസഭയ്ക്ക് ദോഷം വരുന്ന, അപമാനം വരുന്ന, വേദന വരുന്ന, മുറിവുണ്ടാക്കുന്ന ഒരു വാക്കോ ഒരു എഴുത്തോ ഒരു ചിന്തയോ താങ്കളുടെ കയ്യിൽ നിന്നോ മനസ്സിൽ നിന്നോ പുറത്തു വന്നാൽ താങ്കൾ പിശാചിൻ്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. യേശു ഇന്ന് രാത്രിയിലും ഉറക്കെ പറയുന്നു, ഞാനാണ് പണിയുന്നത്, ഞാനാണ് പണിയുന്നത്, സഭ എൻ്റേതാണ്. ഞങ്ങളൊക്കെ അബദ്ധത്തിൽ എൻ്റെ സഭ എന്നൊക്കെ പറയാറുണ്ട്. സഭയോടുള്ള സ്നേഹം കൊണ്ടും ഉത്തരവാദിത്വം കൊണ്ടും പറയുന്നതാണ്. പക്ഷേ കർത്താവ് അത് മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല. എൻ്റെ സഭയാണിത്, എൻ്റെ സഭയാണിത്, എൻ്റെ സഭയാണിത്. ഇന്ന് രാത്രി നമുക്കത് വിട്ടുകൊടുക്കാം. സഭ കർത്താവിൻ്റേതാണ്. ഹല്ലേലൂയാ. സഭയ്ക്ക് വേണ്ടി മുതൽ മുടക്കിയത് കർത്താവാണ്. അതിനുവേണ്ടി അവൻ കൊടുത്ത വിലയെന്ന് പറയുന്നത് വിലയേറിയ രക്തമാണ്. ലോകത്തിൽ ഒരു സമൂഹവും വളരുന്നില്ല, ഒരു സമുദായവും വളരുന്നില്ല. എന്നാൽ ദൈവസഭ വളരുകയാണ്. ഈ ബയോളജിക്കൽ ഗ്രോത്തും ഇപ്പം ഇല്ലല്ലോ. കാരണം 8-10 മക്കളുണ്ടായിരുന്ന വീടുകളിൽ ഇപ്പോൾ 1-2 അല്ലേ ഉള്ളൂ. അപ്പോൾ പൊതുവെ പറഞ്ഞാൽ വളരുന്ന ഒരൊറ്റ സമൂഹമേ ഉള്ളൂ, അത് ദൈവസഭയാണ്. അത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് വളരുന്നതെന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധാത്മാവിനാൽ വളർത്തപ്പെടുകയാണ്. വീണ്ടും ജനനത്തിലൂടെ അല്ലാതെ ഒറ്റയാളും ഈ സഭ വരികയില്ല. സംഘടനയ്ക്കകത്തൊരു പക്ഷെ വരുമായിരിക്കും, സഭ വരികയില്ല.
വീണ്ടും ജനനത്തിലൂടെ അല്ലാതെ ഒരൊറ്റ ആൾക്കും ഈ സഭയ്ക്കകത്ത് വരാനൊക്കെയല്ല. പിതാക്കന്മാരുടെയൊക്കെ കെയർ ഓഫിലൊക്കെ കുറച്ചു കാലം വന്നിരിക്കാമെന്നല്ലാതെ ചർച്ചിൻ്റെ യഥാർത്ഥ മെമ്പറാകുന്നത് വീണ്ടും ജനിച്ചവരാണ്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചവരാണ്. സ്തോത്രം. ഞാൻ പണിയും എന്ന് സുവിശേഷങ്ങളിൽ പറഞ്ഞെങ്കിൽ ലേഖനത്തിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. എഫേസ്യർ 2:22. അപ്പോൾ പണി തുടങ്ങി, പണിതുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെ പണിയുന്നു എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനാൽ പണിയുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രസക്തി വലുതാണ്. ഞാൻ ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ ഇവിടെ വന്നിരുന്നപ്പോൾ തൊട്ട് ശ്രദ്ധിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ പേര്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒത്തിരി പ്രാവശ്യം പറയുന്നത് കേട്ടു. എന്നെ സംബന്ധിച്ച് തുള്ളിച്ചാടാനുള്ള സന്തോഷമുണ്ട്. കാരണം ഒരു 10 കൊല്ലത്തിന് മുമ്പ് വരെ പരിശുദ്ധാത്മാവിനെ ഒത്തിരി ദുഃഖിപ്പിക്കുകയും ഒത്തിരി അവഗണിക്കുകയും ഒക്കെ ചെയ്ത് ഒരു സാഹചര്യം മലയാളി സഭകളിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ദൈവത്തെ സ്തുതിക്കുകയോ സ്വാതന്ത്ര്യത്തോടുകൂടെ മഹത്വപ്പെടുത്തുകയോ അന്യഭാഷ പറയുകയോ ഒക്കെ ചെയ്താൽ ഒരു പുച്ഛം പോലെയൊക്കെ ചിന്തിച്ചിരുന്ന ചിലരൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ആളുകളൊക്കെ ചലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഹോളി സ്പിരിറ്റിനെ ഓണർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര മാറ്റം നിങ്ങളിലും സംഭവിക്കും, നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കും, നിങ്ങളുടെ ലോക്കൽ സഭകളിൽ സംഭവിക്കും, നിങ്ങളുടെ ജില്ലകളിൽ സംഭവിക്കും. കാരണം പരിശുദ്ധാത്മാവിനാലാണ് സഭ പണിയപ്പെടുന്നത്. ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. സ്തോത്രം, 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 സ്തോത്രം. അവിടുന്ന് ഒരല്പം കൂടെ വായിച്ചു വരുമ്പോൾ 1 കൊരിന്ത്യരിലേക്ക് വരുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായത്തിൽ നമുക്ക് അപ്പോസ്തലന്മാർ പണിയുന്നത് കാണാൻ പറ്റും. 1 കൊരിന്ത്യർ അതിൻ്റെ 4-ാമത്തെ അധ്യായം, അല്ല 3-ാമത്തെ അധ്യായം 10 മുതൽ. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. ആ ഞാനെന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലനാണ്. അപ്പോൾ അപ്പോസ്തലന്മാരാൽ പണിയപ്പെടുന്നു. അദ്ദേഹത്തിന് വലിയ ദർശനമുണ്ടായിരുന്നു. എന്താണ് ദർശനം? ഞാൻ അടിസ്ഥാനമിടുന്നെങ്കിലും അതിൻ്റെ മീതെ പണിയുന്നത് മറ്റൊരുത്തനാണ്. ആ മറ്റൊരുത്തൻ എൻ്റെ അളിയനാകണമെന്നില്ല, ആ മറ്റൊരുത്തൻ എൻ്റെ മകനാകണമെന്നുമില്ല, ആ മറ്റൊരുത്തൻ എൻ്റെ മരുമകനാകണമെന്നുമില്ല. അത് മറ്റൊരുത്തനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യണം? പുതുതായിട്ട് വരുന്നവൻ പണിയുമ്പോൾ ചൊവ്വെ പണിയാൻ ഫൗണ്ടേഷൻ ലെവലായിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. അടുത്തൊരാൾ പണിയാൻ വരുമ്പോൾ ഉരുണ്ട് പഠിച്ച് താഴെ വിടരുത്. വലിയ വിഷണറി ആയിരുന്നു പൗലോസ്. ഞാൻ 1-2 കല്ല് വയ്ക്കും, എന്നാൽ മറ്റൊരുത്തൻ മീതെ പണിയും. അതിന്റെ അർത്ഥം ഞാൻ അങ്ങ് മരിച്ചു പോകും, എന്നാൽ സഭ പണിതുകൊണ്ടേ ഇരിക്കും. മറ്റൊരുത്തൻ പണിയും, അത് കഴിയുമ്പോൾ മറ്റൊരുത്തൻ പണിയും, അത് കഴിയുമ്പോൾ വേറൊരുത്തൻ പണിയും, അത് കഴിയുമ്പോൾ വേറൊരുത്തൻ പണിയും. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഇപ്പോൾ ആരാ നിയമിച്ചിരിക്കുന്നത്? ബൈബിൾ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നത് ദൈവത്താൽ അല്ലാതെ ഒരു അധികാരമില്ല. അങ്ങനെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ സഭയുടെ ലീഡർഷിപ്പിനെയും ദൈവം വെച്ചതാണെന്ന് അംഗീകരിക്കണ്ടേ? കുറഞ്ഞ പക്ഷം സഭയുടെ ലീഡർഷിപ്പിനെ ദൈവം വെച്ചതാണെന്ന് അംഗീകരിക്കണ്ടേ? പ്രൈസ് ദി ലോർഡ്. കാലാകാലങ്ങളിൽ ജ്ഞാനമുള്ള, ദർശനമുള്ള,
ദീർഘവീക്ഷണമുള്ള ലീഡേഴ്സിനെ ദൈവം തരുന്നതിനാൽ ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. അവരോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കും നല്ലത്. എല്ലാവരെയും അതിന് വിളിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. മുമ്പോട്ട് പോകട്ടെ. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കട്ടെ. എല്ലാവർക്കും ഒരു പണിയുണ്ട് ഇതിനകത്ത്. അതിനെക്കുറിച്ച് അവരവർക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരിക്കണം. വീണ്ടും അതിൻ്റെ ഭാവിയെക്കുറിച്ച് പറയുകയാണ്. ഈ പണി പരിശോധിക്കുന്നത് തീ കൊണ്ടാണ്. ആ തീ എന്ന് പറയുന്നത് കർത്താവിൻ്റെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണാകാൻ സാധ്യതയുണ്ടെന്ന് വ്യാഖ്യാതാക്കൾ എഴുതിയിരിക്കുന്നു. അതിലൂടെ കടത്തിവിടുമ്പോൾ ഒത്തിരി വലിപ്പത്തിലുള്ള വൈക്കോലും പുല്ലും ഒരു പിടി ചാരമായി തീരും. മരവും മിക്കവാറും തീരും. പൊന്ന് ഇരട്ടി തിളക്കത്തോടുകൂടെ നിൽക്കും. പ്രിയരെ, നാം ചെയ്യുന്നത് നിത്യതയിലെത്തണം. നാം ചെയ്യുന്നത് നിത്യത വരെ കാണണം. ഉത്തരവാദിത്വത്തോടുകൂടെ പണിയണം. ഇങ്ങനെ നമ്മൾ ഈ വചനം ധ്യാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വേഗത്തിൽ ഒരു ഉദാഹരണം അങ്ങെടുക്കാം. എങ്ങനെയാണ് സഭ പണിതത്? ഉദാഹരണമായിട്ട് നമുക്ക് എഫേസോസ് സഭയെ എടുക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം വായിക്കുന്നവർക്ക് ആ വാക്യം കുറിച്ച് തന്നിട്ടില്ല, എന്നാലും പെട്ടെന്ന് എടുക്കാമല്ലോ. 19-1, 2, 3. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി. ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് അവരോട് ചോദിച്ചത്. ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. സഭ പണിയാനായിട്ട് ആരെങ്കിലുമൊക്കെ കൂടെ വരുന്നെങ്കിൽ അവരോട് ചോദിക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാണോ എന്ന്. ഇപ്പം ആ ചോദ്യം തന്നെ നിന്ന് പോയെന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് കുമ്മനാട്ട് പന്തലിന് കാല് കുഴിച്ചിടുക കമ്പി കൊണ്ട്. കറക്റ്റ് കുഴി അല്ലെങ്കിൽ ഈ കാല് ഉറക്കത്തില്ല, അത് പിന്നെ കുളമായി പോവും. അപ്പോൾ ഇവൻ 1 കുത്തി 2 കുത്തി അത് മൊത്തം കുളമാക്കിയപ്പം അന്നത്തെ സീനിയർ ലീഡർ പാസ്റ്റർ കെ എബ്രഹാം ചോദിച്ചു, നീ അഭിഷേകം പ്രാപിച്ചാണോ? അല്ല. എന്നാൽ കമ്പി വെച്ചു വീട്ടിൽ പോകാൻ പറഞ്ഞു. പന്തലിന് കാല് കുഴിച്ചിടുന്നവർ അഭിഷേകം പ്രാപിക്കണമെന്ന് നിർബന്ധമായിരുന്നു. ഈ എളിയവൻ കോട്ടയത്ത് വടവാതൂർ സഭയിൽ ഡ്രമ്മ് കൊട്ടിക്കൊണ്ടിരിക്കുക. സഭായോഗത്തിന് ഒരു ചെറുപ്പത്തിലെ ഓരോ ആഗ്രഹങ്ങൾ, ഇന്നും അതെ, ഡ്രമ്മ് കൊട്ടാൻ വലിയ ആഗ്രഹമാണ്. അപ്പം ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കെ.എൻ. ജോസഫ് സാറാണ് സഭാശുശ്രൂഷൻ. പെട്ടെന്ന് പുള്ളി മൈക്കിൽ കൂടി ഒരു ചോദ്യം, അഭിഷേകം പ്രാപിച്ചവരാരും ഇല്ല ഇവിടെ ഡ്രമ്മ് കൊട്ടാൻ? എൻ്റെ നിന്ന് വന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. ആ ദണ്ണം കുറേ വർഷത്തേക്ക് എനിക്ക് തീർന്നിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പുള്ളിയുടെ അസിസ്റ്റൻറ്റ് ശുശ്രൂഷന്, പുള്ളി എന്നുള്ള വാക്ക് ക്ഷമിക്കണം, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് പാസ്റ്ററായി 17 കൊല്ലം നിന്നു. അങ്ങനെ ആ ദണ്ണമൊക്കെ തീർന്നു. അഭിഷേകം പ്രാപിക്കാത്തവനെ ഡ്രം പൊട്ടിക്കലായിരുന്നു. അങ്ങനത്തെ ഒരു സഭയായിരുന്നു ഇത്. ഇപ്പം അങ്ങനെയാണോ എന്നവരെ ശോധന ചെയ്യട്ടെ. ഇപ്പോൾ അഭിഷേകം പ്രാപിക്കണമെന്ന് അങ്ങനെ നിർബന്ധമുണ്ടോ? പക്ഷെ സഭ പണിയണമെങ്കിൽ അവരെ കൂട്ടാവുള്ളൂ. ഇതിനെല്ലാം ഒരു 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 വെളിപ്പാടിൽ മൂവ് ചെയ്യുന്നവർക്ക് ഇതൊക്കെ അറിയത്തുള്ളൂ. അർത്തമീസ് ദേവിയുടെ നാട്ടിൽ നീ ഒരു പണി തുടങ്ങാൻ പോവുക, അവനെ ഇവനെയൊന്നും കൂടെ കൂട്ടരുത്. അഭിഷേകം പ്രാപിച്ചവൻ ഇല്ലെങ്കിൽ എഫേസോസിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ലെന്നും. നിങ്ങൾക്കറിയാവോ എന്താ കേൾക്കാൻ? ഞാൻ അഭിഷേകം പ്രാപിക്കാന്നൊരു കാര്യം പുള്ളി കേട്ടിട്ടില്ല. എന്താ കാര്യം? അതിന് തൊട്ട് മുമ്പ് പ്രവർത്തിച്ചിരുന്ന ആളോട് ചോദിച്ചാൽ മതി, അപ്പല്ലോസിനോട് ചോദിച്ചാൽ മതി. അപ്പല്ലോസിന്റെ ഗുണങ്ങൾ കേൾക്കണോ? 1, വാഗ് വൈഭവം. എനിക്കൊന്നുമില്ല അത്ര സാധനം എന്ന് പറഞ്ഞാൽ ഭാഷാശുദ്ധി. ആയ തുടങ്ങി ആയ തീർക്കും, കായ തുടങ്ങി കായ തീർക്കും.
മാ തുടങ്ങി മാ തന്നെ പറയും. നമുക്കൊന്നുമില്ലപ്പ. വാഗ് വൈഭവം. നമ്പർ 2, തിരുവെഴുത്തുകളിൽ സാമർഥ്യം. നല്ല ഭാഷ പ്രസംഗിക്കുന്നവർക്ക് ബിഗ് സല്യൂട്ട്. ഞങ്ങളൊക്കെ ഈ സാധാ ഭാഷക്കാരാണ്. തിരുവെഴുത്തുകളിൽ സാമർഥ്യം. അപ്പോൾ ബിബ്ലിക്കൽ നോളജ് കൊണ്ട്, ഭാഷാപരിചയമുണ്ട്, വിക്കില്ലാതെ പറയാൻ പറ്റും. ഈ പറഞ്ഞിങ്ങോട്ട് വെളിയോട്ട് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ 5 മിനിറ്റ് ഒക്കെ കൊടുത്താൽ 15 മിനിറ്റ് ആകുമ്പോഴാണ് പറയുന്നത് എൻ്റെ സമയം തീർന്നെന്നൊക്കെ. അത് കുറ്റമല്ല, അത് ഇത് വാക്കിഞ്ഞ് വരാത്തതുകൊണ്ട് പിന്നെയും കിടക്കുക ആയതുകൊണ്ടൊക്കെ. പിന്നെ അദ്ദേഹം കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നെങ്കിൽ യോഹന്നാൻ്റെ സ്ഥാനത്തെക്കുറിച്ച് മാത്രമേ അറിയാം. അവിടെ വരെ വന്നിട്ടുള്ളൂ. യോഹന്നാൻ്റെ സ്ഥാനം വരെ വന്നിട്ടുള്ളൂ. എങ്കിലും എരിവുള്ളവനായിരുന്നു. അവൻ്റെ പ്രസംഗം നല്ലതായിരുന്നു. അക്കില്ലാസും പ്രിസ്കില്ലയും വീട്ടിൽ കൊണ്ടുപോയി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതായിട്ട് കാണുന്നു. ഏതായാലും അപ്പല്ലോസ് നല്ല മനുഷ്യനാണ്. അല്ലെങ്കിൽ ഒരു വിശ്വാസികൾ ഒരു കാര്യം തിരുത്താൻ വന്നാൽ ഉപദേശിമാർ സമ്മതിക്കുമോ? ആ മനുഷ്യൻ അതെല്ലാം തിരുത്താനൊക്കെ സമ്മതിച്ചു കേട്ടോ. പക്ഷെ തിരുത്തുന്നവരും ഒരു മര്യാദയ്ക്കൊക്കെ വേണമെന്ന് മാത്രം. ഞാൻ എൻ്റെ ഒരു ഭാവന പറയാം. അക്കില്ലാസും പ്രിസ്കില്ലയും കൂടെ ചെന്നിട്ട് പറഞ്ഞു, ബ്രദറെ, ഇന്നത്തെ ദൂത് എന്നോടായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇന്ന് ഡിന്നർ വീട്ടിലാണ്. അപ്പം തന്നെ ദേവദാസനോട് മനസ്സമാധാനമായി. അങ്ങനെ വീട്ടിൽ ചെന്ന് ഡിന്നർ കഴിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, അതിനകത്തെ 1-2 കാര്യങ്ങളും കൂടി ഒന്ന് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആർക്കും കുഴപ്പമില്ല, സൂക്ഷിച്ച് വേണം തിരുത്താൻ. തിരുത്തിയാൽ ചിലരൊക്കെ നന്നാവും. ആമേൻ. അതെല്ലാം കഴിഞ്ഞാണ് പൗലോസ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. അവരഭിഷേകം പ്രാപിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു സംഭവം, ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെന്ന് കേട്ടിട്ട് പോലുമില്ല. പൗലോസ് പറഞ്ഞു, സാരമില്ല, ഇനിയും കേൾക്കാമല്ലോ. പൗലോസ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? അവരുടെ മേൽ കൈവച്ചു. വാക്യം 6, പൗലോസ് അവരുടെ മേൽ കൈവച്ചു. സ്തോത്രം. ഇത് നമ്മൾ ചെയ്യണം. കൈവയ്ക്കണം. അതിനുള്ള മീറ്റിംഗ് ഉണ്ടാവണം, അതിനുള്ള കൂട്ടായ്മ ഉണ്ടാവണം. അതാണ് ഇന്നത്തെ സഭയ്ക്ക് ആവശ്യം. നമ്മുടെ ചെറുപ്പക്കാർക്ക് ആവശ്യം അതാ. അതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണ്? 1, ആ വിഷയം സംബന്ധിച്ച് അവരെ ബോധ്യപ്പെടുത്തുക. 2, അവർക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കുക. 3, അവർ അന്യഭാഷ പറയുന്നു എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയാണ് പൗലോസ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഇതെന്തിനാണെന്നറിയാമോ? എഫെസോസിൽ ഒരു മെഗാ ചർച്ച് പണിയാൻ പോവാ. ആമേൻ. സഭ പണിയുന്നതിൻ്റെ സ്റ്റെപ്പ് ഇങ്ങനെ. 12 പേര് ചെറുപ്പക്കാരാന്ന് ഓർക്കണം, ആൺകുട്ടികളാന്ന് ഓർക്കണം. അവരഭിഷേകം പ്രാപിച്ചു, അന്യഭാഷ സംസാരിച്ചു. മാത്രമല്ല, പ്രവചിക്കുകയും ചെയ്തു. അവരെയും കൂട്ടിയാണ് പിന്നത്തെ വർക്ക് മുന്നോട്ട് പോണത്. പിന്നെ അവൻ പള്ളിയിൽ ചെന്നു, ദൈവരാജ്യത്തെക്കുറിച്ച് സമ്മതിപ്പിച്ചുകൊണ്ട് 3 ദിവസം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. സംവാദമായിരുന്നു ആദ്യത്തെ മെത്തേഡ്. ശ്രദ്ധിച്ച് കേൾക്കണേ. സംവാദത്തിൻ്റെ റിസൾട്ട് കേൾക്കണോ? വാക്യം 9, ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന് മുൻപാകെ ഈ മാർഗത്തെ ദൂഷിച്ചു. അപ്പം സംവാദം ആവശ്യമുണ്ടെങ്കിൽ ചെയ്യണം. പക്ഷേ അത് ഒരു പ്രധാന ഘടകമല്ല. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്നവനോട്, പ്രത്യാശയെക്കുറിച്ചാണ് കേട്ടോ, വെറുതെ തർക്കിക്കാൻ വരുന്നവരോടല്ല, പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്നവരോട് ഭയഭക്തിയോടും സൗമ്യതയോടും കൂടെ ഉത്തരം പറയണം. അതിനപ്പുറത്തേക്ക് അതൊരു മിനിസ്ട്രി ആയിട്ട് എടുക്കണോ എന്ന് ഒന്നുകൂടി ആലോചിക്കണം. കാരണം ഇത് തോപ്പിക്കുന്ന മാർഗമല്ല, ഇതൊരാളെ പറഞ്ഞ് കീഴ്പ്പെടുത്തുന്ന മാർഗമല്ല. ഇത് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാലേ നടക്കത്തുള്ളൂ. നമ്മുടെ ലോജിക്കൊന്നും ഇവിടെ ഏക്കത്തില്ല. നമ്മുടെ ബുദ്ധിയും തന്ത്രവും ടെക്നിക്കും ഒന്നും ദൈവസഭയ്ക്ക് വേണ്ടെന്നേ. ഇതൊന്നും ദൈവസഭയ്ക്ക് വേണ്ട. പൗലോസ് അടുത്ത ലെവലിലോട്ട് പോവുകയാണ്. ബൈബിൾ സ്റ്റഡി ആരംഭിച്ചു. 24 മാസം ഒരു ട്യൂട്ടോറിയൽ കോളേജ് വാടകയ്ക്ക് എടുത്തു. 24 മാസം കണ്ടിന്യൂസ് ബൈബിൾ സ്റ്റഡി. ഗുണം കിട്ടിയത് എന്നാന്ന് ചോദിച്ചാൽ, ആസിയയിൽ പാർക്കുന്ന ഒത്തിരി മനുഷ്യർ വചനം കേട്ടു. അപ്പോൾ ആദ്യം
ഒരു സംവാദം നടത്തി, 2 ഒരു ബൈബിൾ സ്റ്റഡി നടത്തി. മൂന്നാമതൊരു ലെവലുണ്ട്. വാക്യം 11, ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണ, ദേവദാസൻ മുമ്പേ ഓർപ്പിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്, അപൂർവ കാര്യം, അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കിയാൽ. അപ്പം ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ 24 മാസം ഇത് ചെയ്തോ? നിങ്ങളുടെ ബൈബിൾ വീട്ടിൽ പോയി നോക്കണം. ചെയ്തില്ല. 24 മാസം ബൈബിൾ സ്റ്റഡി ആയിരുന്നു. ബൈബിൾ സ്റ്റഡി നല്ലതാ, പക്ഷെ ബൈബിൾ സ്റ്റഡി മാത്രം പോരാ. നെക്സ്റ്റ് ലെവൽ ഓപ്പറേറ്റ് ചെയ്യണം. സ്പിരിറ്റ് റിലം ഒന്ന് തുറക്കണം. അതിനാര് മുൻകൈ എടുക്കണം? ബൈബിൾ ടീച്ചേഴ്സ് മുൻകൈ എടുക്കണം, പാസ്റ്റേഴ്സ് മുൻകൈ എടുക്കണം. ക്ലാസ് 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 24 മാസവും ഒന്നും നടന്നില്ല. ആളുകൾ വചനം കേട്ടു. എന്നാൽ അടുത്തൊരു മിനിസ്ട്രി ഉണ്ട്, അത് ആത്മാവിന്റെ ശുശ്രൂഷയാ. അതിന് നമ്മൾ മുൻകൈ എടുക്കത്തില്ലേ? ആരെടുക്കും? ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കുക, പൗലോസിന് മനസ്സിലായി, ഇവരെ പരിശുദ്ധാത്മാവ് സ്പർശിച്ചാലേ യഥാർത്ഥ കാര്യം നടക്കുകയുള്ളൂ. ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി വെച്ചിരിക്കുകയാണ്. കണ്ണു കുരുടായ ഈ മനുഷ്യരെ വിടുവിക്കാൻ എൻ്റെ പ്രസംഗം കൊണ്ട് സാധ്യമല്ല. ഇവിടെ വെളിപ്പെടേണ്ടത് മിറക്കിളിൻ്റെ ലാംഗ്വേജാണ്, അടയാളത്തിൻ്റെ ഭാഷയാണ്. അസാധാരണ വീര്യപ്രവൃത്തികൾ വെളിപ്പെടാൻ തുടങ്ങി. നമ്മുടെ സഭകളിൽ ഒരു രോഗസൗഖ്യം നടന്നിട്ട് എത്ര വർഷമായി? എന്തുകൊണ്ടാണ് നടക്കാത്തത്? ആത്മമണ്ഡലം തുറക്കുന്നതിന് മുമ്പ് ആശീർവാദം പറയും. നിന്റെ സമയത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയില്ല. പരിശുദ്ധാത്മാവിന്റെ സമയം വരെ വെയിറ്റ് ചെയ്യണം. വചനം പറയണം, പാട്ട് പാടണം, പ്രാർത്ഥിക്കണം, വെയിറ്റ് ചെയ്യണം. ഒരു സമയത്ത് പരിശുദ്ധാത്മാവ് കാര്യം ഏറ്റെടുക്കും. അതൊരു പക്ഷെ ഇന്ന് രാത്രിയിലായിരിക്കും, അതൊരു പക്ഷെ ഇപ്പോഴായിരിക്കും. പരിശുദ്ധാത്മാവ് മീറ്റിംഗ് അങ്ങ് ടേക്ക് ഓവർ ചെയ്യും. പരിശുദ്ധാത്മാവ് മീറ്റിംഗ് അങ്ങ് ഏറ്റെടുക്കും. ഏറ്റെടുത്താൽ പിന്നെ ഞങ്ങൾക്ക് കൂടി ഒരു പണിയില്ല. ജീസസ് ആത്മാവിനെ ഒന്ന് വെൽക്കം ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ കരങ്ങളൊക്കെ അതിനു വേണ്ടി ഒന്ന് ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നേ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പൗലോസ് ഒരു മുടന്തനെ സൗഖ്യമാക്കിയ രംഗം? അവൻ്റെ അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന് കിടക്കുക. കേൾക്കുന്നുണ്ടോ? അരയ്ക്ക് കീഴ്പോട്ട് തളർന്നിരിക്കുക. പക്ഷെ മോളിൽ കൈക്ക് കുഴപ്പമൊന്നുമില്ല. പൗലോസ് പ്രസംഗിക്കുമ്പോൾ അവന് വിശ്വാസമുണ്ടെന്ന് പൗലോസിന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? ഞാൻ പറയാം. അവന്റെ കൈ ചലിക്കുന്നുണ്ട്, അവന്റെ കാല് തളർന്നു കിടക്കുക, പക്ഷെ അവന്റെ ചുണ്ട് അനങ്ങുന്നുണ്ട്. ഇന്ന് രാത്രി വല്ല കൈകളും ഇവിടെ ചലിക്കുന്നുണ്ടോ? വല്ല ചുണ്ടുകളും ഇവിടെ അനങ്ങുന്നുണ്ടോ? അവരുടെ മേൽ ദൈവശക്തി ഇപ്പോൾ ഈ പന്തലിൽ ഇറങ്ങി വരികയാ. സ്വീകരിച്ചോ? ഇപ്പോൾ ദൈവശക്തി വ്യാപരിക്കട്ടെ. തടസ്സമായി പൊരുതി നിന്ന് വെല്ലുവിളിക്കുന്ന ആകാശമണ്ഡലത്തിലെ വ്യാപാര ശക്തികൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി നിർവീര്യമാകട്ടെ. ശബരബല ജലാരബ. ഇതൊരു തീപ്പൊരിയ. ഇത് അല്പ മിനിറ്റുകൾക്കുള്ളിൽ ആളിക്കത്തും. പാസ്റ്റർ തോമസ് ഫിലിപ്പ് പറഞ്ഞ അപൂർവ കാര്യം ഇന്ന് രാത്രി ഇവിടെ ആരംഭിക്കുക.
ശ്രദ്ധിച്ചേ, കഴിഞ്ഞ 24 മാസം ബൈബിൾ ക്ലാസ് എടുത്തിട്ട് പൗലോസിന്റെ തൂവാലെ ആരും ചോദിച്ചില്ല. എന്നാൽ ആത്മതലം തുറന്നപ്പോൾ തൂവാലം തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. ഒന്ന് വായിച്ചു നോക്കിക്കേ, വാക്യം 12. അവന്റെ മേയ്മേൽ നിന്ന് റുമാലും ഉത്തരിയും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും. അയ്യോ, ഇതൊക്കെ നടക്കുമോ? നടക്കും. തുണിയുടെ ശക്തിയല്ല, അവിടെ വ്യാപരിച്ച പവറിനെ അവർ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എന്തെങ്കിലും ചിലത് നീ വാങ്ങിക്കൊണ്ട് പോകണം, എന്തെങ്കിലും ചിലത് നീ മേടിച്ചോണ്ട് പോകണം. വസ്തുക്കളിൽ കൂടെ പവർ വ്യാപരിക്കുന്നു. വസ്തുക്കളിലൂടെ പവർ വ്യാപരിക്കുന്നു. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ ബ്ലീഡിംഗ് സൗഖ്യമായി. പൗലോസിന്റെ ടവല് വീട്ടിൽ കൊണ്ടിട്ടപ്പോൾ പക്ഷപാത രോഗികൾ സൗഖ്യമായി. പറമ്പൽ കൺവെൻഷനിൽ ഈ ശബ്ദം നിങ്ങളെ വന്ന് തട്ടുമ്പോൾ വിടുതൽ സംഭവിക്കുക. ഞാൻ ആത്മാവിൽ അത് കാണുന്നു. ഓൺലൈനിൽ വീട്ടിലിരുന്ന് വചനം കേൾക്കുന്നവർ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കുക. അഭിഷേകം നിങ്ങളുടെ മേൽ വീഴുകയാ. പതിമൂന്നാമത്തെ വാക്യം വായിച്ചേ. 13. എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞു. യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കോവ എന്ന ഒരു യഹൂദന്റെ 7 പുത്രന്മാരായിരുന്നു. കേട്ടോ, മഹാപുരോഹിതന്റെ മക്കൾക്ക് ഇതാ പണി. ഓരോ കാലത്തിന്റെ പോക്ക്. എൻ്റെ ഒരു ചോദ്യം, നിങ്ങൾ ദിവസം നന്നായി പഠിക്കുന്നവർ ഒന്ന് വീട്ടിൽ പോയി പഠിച്ചിട്ട് എൻ്റെ അഭിപ്രായത്തിൽ തെറ്റുണ്ടെങ്കിൽ മെസ്സേജായിട്ട് ഇട്ടാൽ ഉപകാരമാണ്. ഈ 7 പേര് ഈ 24 മാസത്തെ ക്ലാസ്സിനുണ്ടായിരുന്നോ? എൻ്റെ വിശ്വാസം ഉണ്ടെന്നാണ്. കാരണം ഇവന്മാർക്കൊരു പണിയില്ലല്ലോ. കർത്താവ് യോഗം നടത്തുന്നിടത്തെല്ലാം പരീക്ഷന്മാർ പോകും. എന്തിനാ? ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോന്ന് കണ്ടുപിടിക്കാനാ. പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുക. എൻ്റെ പൊന്നെ, കണ്ണുനീരോടുകൂടെ ദൈവത്തെ സ്തുതിക്കേണ്ടതിന് പകരം ഒരുത്തൻ്റെ ചെവി പറയുക, അവൻ ആ പറഞ്ഞതിനകത്ത് തിയോളജിക്കൽ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. എൻ്റെ പൊന്നുമാനെ, നീ കറക്റ്റ് തിയോളജി പറഞ്ഞിട്ടും ഒരുത്തനെ എഴുന്നേറ്റിട്ടില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് നടക്കണം നമ്മുടെ ഇടയിൽ, എന്തെങ്കിലും ഒന്ന് നടക്കണം. ഇനി ഇങ്ങനെ പോകാൻ പറ്റില്ല. നമ്മുടെ തലമുറ മടങ്ങി വരണം. ദുരാത്മാക്കൾ പുറപ്പെട്ടു. റിലം മാറുന്ന നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുക, അല്ലെങ്കിൽ ശ്രദ്ധയോടെ എൻ്റെ കൂടെ വാ. ആദ്യം ബൈബിൾ സ്റ്റഡി, അതിനുശേഷം മിറക്കൽ മിനിസ്ട്രി, അതിനുശേഷം അന്ധകാര ശക്തികളുടെ മേൽ ദുരാത്മാക്കളുടെ മേലേക്ക് അധികാരം. ഇത്രയായപ്പോൾ മന്ത്രവാദി ഇളകി. മന്ത്രവാദികൾ ഇളകും ഈ ദിവസങ്ങളിൽ. ആഭിചാരത്തിന്റെ താക്കോലും അരയിൽ കെട്ടി നടക്കുന്ന ചില വ്യാപാരങ്ങൾ ഈ നാളുകളിൽ കീഴടങ്ങും, കീഴടങ്ങും, കീഴടങ്ങും. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു മീറ്റിങ്ങിന് പോയി. സാവധാനത്തിലാണ് പ്രസംഗിച്ചത്. കാലുവേദന ആയതുകൊണ്ട് അവർ പറഞ്ഞു 200 പ്രസംഗിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഒരു 100 പേരെ ഉള്ളതുകൊണ്ട് 200 പ്രസംഗിച്ചു. സാവധാനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഉറക്ക കരയ. കഴിഞ്ഞ ആഴ്ച നടന്ന കരയ, ഭയങ്കര ഉറക്കെ. എനിക്ക് പ്രസംഗത്തേക്കാൾ വലിയ ഒച്ച.
നമ്മളൊക്കെ സാധാരണ ഉടനെ ഭൂതമാണല്ലോ എന്ന് ഓർക്കും. പക്ഷെ എൻ്റെ ഉള്ളിൽ ആത്മാവ് പറഞ്ഞു അത് വേറെ കാര്യം, അത് ഭൂതമൊന്നുമല്ല. ഞാൻ അടുത്തിരിക്കുന്ന 2 സഹോദരിമാരോട് പറഞ്ഞു, നിങ്ങൾ ആ മാതാവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. സ്റ്റേജിൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നപ്പോൾ അവരുടെ ലോക്കൽ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഈ സ്ഥലത്തെ മുതിർന്ന ആഭിചാരകൻ്റെ ഭാര്യ. എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. അടുത്ത നാളുകളിൽ ദൈവസഭ ഇത് കാണാൻ പോവുകയാ. മനുഷ്യരെ വഞ്ചിച്ച് കയറില്ലാതെ കെട്ടിയിട്ട ആഭിചാര ശക്തികൾ ദൈവസഭയിൽ വന്ന് മുട്ടുമടക്കി ആത്മാവിൽ ആരാധിക്കുന്ന ഒരു കാലം ഇതാ വെളിപ്പെടുന്നു. ഭൂതം വരെ കൈകാര്യം ചെയ്തു. നമ്മളൊന്നും കൈകാര്യം ചെയ്യണ്ട. പെന്തക്കോസ്ത് വെളിപ്പെട്ടാൽ സഭയ്ക്കകത്ത് ആവശ്യമില്ലാത്ത ബിസിനസ്സുമായിട്ട് നടക്കുന്നതിനെ ഭൂതം തന്നെ കൈകാര്യം ചെയ്യും. അവർ നേക്കഡായി അല്ലേ മനസ്സിലാക്കുന്നത്? അർത്ഥം എന്നാണെന്നറിയാവോ? ചിലരുടെ തനി നിറം വരും ദിവസങ്ങളിൽ പുറത്തു വരും. ദൈവസഭയ്ക്കകത്ത് വ്യാജൻ വാഴുകയില്ല. എഴുതി വെച്ചോ. ദൈവസഭയ്ക്കകത്ത് വ്യാജൻ വാഴുകയില്ല. ദൈവസഭയ്ക്കകത്ത് വ്യാജൻ വാഴുകയില്ല. അടുത്ത റിലം വെളിപ്പെടുന്നു. വാക്യം 19. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു. പെന്തക്കോസിന്റെ ഒരു കുറിവാക്യം പോലെ ഇത് കുറിച്ചിട്ടു. 19:19 മന്ത്രവാദ പുസ്തകം തീയിലിട്ടു. ഒരു കടലാസെങ്ങാനും കത്തിച്ചാൽ നമ്മൾ വിവരം അറിയും. പക്ഷെ പരിശുദ്ധാത്മാവ് കാര്യം ഏറ്റെടുത്തു. അതിന്റെ റേറ്റ് വില കൂട്ടി നോക്കി. വായിച്ചേ. അവയുടെ വില കണക്ക് കൂട്ടിയാറ് 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ മൊബൈൽ ഉണ്ടെങ്കിൽ കൂട്ടിക്കോ. ഒരു പുരുഷന്റെ ഒരു ദിവസത്തെ കൂലി 1 വെള്ളിക്കാശ്. 50,000 വെള്ളിക്കാശ് കൂട്ടിക്കോ. ഇന്നൊരു പുരുഷന്റെ ഒരു ദിവസത്തെ കൂലി 1000 രൂപ. അങ്ങനെയാണെങ്കിൽ 1000 ഗുണം 50,000 കൂട്ടിയോ? 5 കോടി രൂപ. 5 കോടി രൂപയുടെ പുസ്തകം ഈ ഭാഷ പറയാം, പന്തലി കൊണ്ടുവന്നിട്ട് കത്തിച്ചു. ഇത് ഇന്ത്യയിൽ നടന്നാലേ ശരിയാകത്തുള്ളൂ. ഇത് ഇന്ത്യയിൽ നടന്നാലേ ദൈവസഭയുടെ പണിയപ്പെടത്തുള്ളൂ. എന്താ തടസ്സം? എന്നാ? ഒരു തടസ്സമില്ല. യുദ്ധം യഹോവയ്ക്കുള്ളത്. നാം ആരാധിക്കാൻ പോവുകയാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും. അതിന് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്താ വേണ്ടത്? നമ്പർ 1 പുറപ്പാട് 17:8, 9, 10. പെട്ടെന്ന് അത് കഴിയുമ്പോൾ നിന്റെ 2 ദിനവൃത്താന്തം 20 എടുത്തു വെക്കണം. നിന്റെ മൂക്കിലെ ശ്വാസത്താൽ. പുറപ്പാടാണേ. പുറപ്പാട് 17:8 മുതൽ. അത് കഴിയുമ്പോൾ 2 ദിനവൃത്താന്തം 20 എടുത്തു വെക്കണം. രഫിദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശ യോശുവയോട്, നീ ആളുകളെ തെരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. ആമേൻ. വായിച്ചോ. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അമാലേക്കിനോട് പൊരുതു. എന്നാൽ മോശയും അഹ്റോനും ഹൂരും കുന്നിൻ മുകളിൽ കയറി. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ. നോക്കൂ, ഇങ്ങനത്തെ ഒരു അഭ്യാസം ലോകം കണ്ടിട്ടുണ്ടോ? താഴ്വരയിൽ യുദ്ധം നടക്കുമ്പോൾ ലീഡർ ഇങ്ങനെ നിൽക്കുക ഒരു മലയുടെ മുകളിൽ. ലോകമേ, നിങ്ങൾ ഇത് കണ്ടിട്ടില്ല. ഇത് പ്രാർത്ഥനയാൽ നടക്കുന്ന യുദ്ധമാണ്. ഇത് മുട്ടിന്മേൽ നടക്കുന്ന യുദ്ധമാണ്. ഇത് പ്രാർത്ഥനയാൽ നടക്കുന്ന യുദ്ധമാണ്. ഈ പാവപ്പെട്ട മനുഷ്യനെ പ്രായമായി കൈ കഴക്കുക, കൈ പൊട്ടിപ്പോവുക. അപ്പൊ കൈതാക്കും. കൈതാക്കുമ്പോൾ ശത്രു ജയിക്കും. കൈ ഉയർത്തുമ്പോൾ ദൈവസഭ ജയിക്കും. ഇന്ന് രാത്രി ദൂത് പ്രാർത്ഥനയിൽ കൈ ഉയർത്താൻ, മുടങ്ങാതെ പ്രാർത്ഥനയിൽ കൈ ഉയർത്താൻ
ഒരു സംഘം എഴുന്നേൽക്കട്ടെ. ചില വർഷങ്ങൾക്ക് മുമ്പ് പിറവത്തെ ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഞങ്ങൾ 5 പാസ്റ്റർമാരിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അടുത്ത ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി. അന്നേരം ഒരു ഇൻ്റർനാഷണൽ കോള് എടുത്തേക്കാമെന്ന് ഓർത്തെടുത്തു. എടുത്തപ്പോൾ വിളിച്ചയാൾ പറഞ്ഞു, എൻ്റെ പേര് ജോമോൻ, ഞങ്ങൾ കുറച്ച് സഹോദരന്മാർ ചേർന്ന് സഭാ വ്യത്യാസമില്ലാതെ ഒരു മീറ്റിംഗ് നടത്തുക, വരാവോ? ഞങ്ങൾ 5 സഹോദരന്മാരും അന്നേരം ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവർ പറഞ്ഞു ഇതൊരു ദൈവനിയോഗമാണ്. അങ്ങനെ ഞാൻ ബേറിനിൽ പോയി. ആ ജോമോനാണ് ഇപ്പോൾ പാസ്റ്റർ ജോമോൻ ഗുരുവിളയായിട്ട് ഇവിടുത്തെ പ്രെയറിൻ്റെ കോർഡിനേറ്ററായിട്ട് ഈ പന്തലിരിക്കുന്നത്. അന്ന് ആ ടീമിലുണ്ടായിരുന്ന എല്ലാവരും മിഷണറിമാരായി മാറി. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാനോ പ്രാർത്ഥിക്കുന്നവരെ കൈത്താങ്ങാനോ പ്രാർത്ഥിക്കുന്നവരുടെ കയ്യെ സപ്പോർട്ട് ചെയ്യാനോ ലീഡർഷിപ്പിൽ നിൽക്കുന്നവരുടെ കൈക്ക് താങ്ങുകൊടുക്കാൻ ചിലർ എഴുന്നേറ്റ് വരട്ടെ. അപ്പോൾ അമാലേക്ക് തോക്കുന്നത് ഞാൻ കാണിക്കാം. നമ്പർ 2, 2 ദിനവൃത്താന്തം 20:17 മുതൽ. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. യഹൂദയും യെരൂശലേമുമായുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. നാളെ അവരുടെ നേരെ ചെല്ലുവീൻ, യഹോവ നിങ്ങളോടുകൂടെ ഉണ്ട്. അപ്പോൾ യഹോശാഫാത്ത് സാഷ്ടാംഗം വണങ്ങി. ഹല്ലേലൂയ. 21-22. പിന്നെ അവർ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധാലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുൻപിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പീൻ, അവന്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. കേട്ടോ, ഇപ്പൊ സംഗീതക്കാരൊക്കെ ഈ യുദ്ധത്തിലെ അംഗങ്ങളാണ്. അവർ വിശുദ്ധ ജീവിതം നയിക്കണം. അവർ വിശുദ്ധ ജീവിതം നയിച്ചിട്ട് അവർ പാടിയാൽ ഒരു ചെറിയ പിച്ച് മാറിപ്പോയാലും ഒരു സ്കെയില് താന്നുപോയാലും പിശാചിന് വിഷയമല്ലെന്നേ, വിടുതൽ നടക്കുമെന്നേ. നല്ല മ്യൂസിക് ടീം ഈ തലമുറയിൽ എഴുന്നേറ്റ് വരട്ടെ. പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭൂതങ്ങൾ അലറുന്ന ദിനങ്ങൾ ഇന്ത്യ കാണട്ടെ. സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ, ആരാധിച്ചുകൊണ്ടിരുന്നാട്ടെ. ദൈവപ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നു. 3-ാമത്തെ ലെവൽ 2 രാജാക്കന്മാർ 7:1. പെട്ടെന്ന് വായിച്ചാട്ടെ. അപ്പോൾ എലീശ യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിൽക്കൽ ശേക്കലിന് 1 സെയ ഗോതമ്പ് മാവും ശേക്കലിന് 2 സെയ യവവും വിൽക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നെ രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട്, യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. കേട്ടോ, നമുക്കിവരെ 2 പേരെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാം സമയമുണ്ടെങ്കിൽ. എലീശയോട് ചോദിക്കാം, താങ്കൾ ഇങ്ങനെ പറയാൻ കാര്യം എന്നാ? ദൈവം എന്നോട് പറഞ്ഞുകൊണ്ടാണ്. മറ്റേ ആളോട് ചോദിക്കാം, താങ്കൾ എന്താ അത് നടക്കലെന്ന് പറഞ്ഞ്? ഇതിനു മുമ്പ് നടന്നിട്ടില്ല, അതുകൊണ്ട്. അത്രയല്ലേ ഉള്ളൂ. ഇതിനു മുമ്പ് നടന്നത് ചെയ്യാനല്ല ദൈവം വന്നിരിക്കുന്നത്. ദൈവം എല്ലാം പുതിയതാ ചെയ്യാൻ പോണത്. ചാൾസ് പെർഹാമിൻ്റെ കഥ നമുക്കറിയാം, വില്യം സൈമൂറിനെ നമുക്കറിയാം. എന്നാൽ അതിനപ്പുറം ചിലത് ഇന്ത്യക്ക് വേണ്ടി ദൈവം കാത്തു വെച്ചിട്ടുണ്ട്. അത് വെളിപ്പെട്ടു വരുന്ന ദിനങ്ങളാണ് ഈ ദിനങ്ങൾ. എൻ്റെ പ്രിയരെ, നടന്നിട്ടില്ലെന്നുള്ളതൊരു ന്യായമല്ല. നടക്കുകയെന്ന് പറയരുത്. ഒരു ദൂത് കേട്ടാൽ, ഒരു അഭിഷേകത്തിന്റെ ദൂത് കേട്ടാൽ നടക്കുകയെന്ന് ചിന്തിക്കരുത്. അത് നടക്കുമെന്ന് പറഞ്ഞ് ഏറ്റെടുക്കണം. ഇന്ന് രാത്രി എത്ര പേര് ഏറ്റെടുക്കും? ചില അപൂർവ കാര്യങ്ങൾ അസംബ്ലീസ് ഗോഡ് സമൂഹത്തിൽ ദൈവം ചെയ്യാൻ പോകുന്നു. ഇന്ത്യയിലുള്ള ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്നു. ആരൊക്കെ ഏറ്റെടുക്കും? ആരും ഏറ്റെടുത്തില്ല. പക്ഷെ കുഷ്ഠരോഗികൾ ഏറ്റെടുത്തു. വാക്യം 6. കർത്താവ് അരാമ്യ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും 5 മുതൽ വായിച്ചോ. അങ്ങനെ അവർ അരാം പാളയത്തിൽ പോകുവാൻ സന്ധ്യാസമയത്ത് പുറപ്പെട്ട് അരാം പാളയത്തിന്റെ അറ്റത്ത് വന്നപ്പോൾ, സമയം എന്നുള്ളതൊന്ന് അടിവര ഇട്ടോണേ, വായിച്ചോ. അരാം പാളയത്തിന്റെ അറ്റത്ത് വന്നപ്പോൾ അവിടെ ആരെയും കാണുവാനില്ല. കർത്താവ് അരാമ്യ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിന്റെയും ആരവം കേൾപ്പിച്ചിരുന്നു കൊണ്ട് അവർ തമ്മിൽ ഇതാ നമ്മുടെ നേരെ വരേണ്ടതിന് ഇസ്രായേൽ രാജാവ് ഹിത്യ രാജാക്കന്മാരെയും
മിസ്രൈമി രാജാക്കന്മാരെയും നമുക്ക് വിരോധമായി കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ സന്ധ്യാസമയത്ത് തന്നെ എഴുന്നേറ്റ് ഓടിപ്പോയി. മതി, ഈ രണ്ട് സന്ധ്യാസമയം കണ്ടോ? ആദ്യം ഒരേ സന്ധ്യാസമയമാണ്. കുഷ്ഠരോഗികളുടെ കാലെ വിരല് കുറവാ, തൊലി കുറവാ, ബലവും കുറവാ. ആ കാലങ്ങോട്ട് വെച്ചപ്പോൾ മറ്റിടത്ത് കുതിര നടക്കുന്ന പോലെ ഫീൽ ചെയ്തു. പിടികിട്ടിയോ? പിടികിട്ടിയോ? കുതിരക്കുളമ്പടി ശബ്ദം ദൈവം അവരെ കേൾപ്പിച്ചു. നിന്റെ ബലമല്ല, നിനക്കുള്ള ബലം മതി, ഉള്ള ആരോഗ്യം മതി. നീ ഒന്ന് കാലുവയ്ക്ക്. അത് ശത്രു സൈന്യത്തിന് വലിയ കുതിരയുടെ ശബ്ദമായി തോന്നും. എങ്ങനെയാണ് യുദ്ധം വിജയിക്കുന്നത്? ഒന്ന്, പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ എഴുന്നേക്കട്ടെ. രണ്ട്, ആരാധിക്കുന്ന ഒരു തലമുറ എഴുന്നേക്കട്ടെ. മൂന്ന്, കാലുവെക്കുന്ന, നിന്റെ കാല് വെക്കുന്ന ദേശം നിനക്ക് ലഭിക്കും. ഗിലെയാദ് എനിക്കുള്ളത്, മനസ്സ് എനിക്കുള്ളത്, അതെനിക്ക് കഴുകുവാനുള്ള ഒട്ടക. ഏദോമിന്മേൽ ഞാൻ എന്റെ ചെരുപ്പറിയും. കാലുവെക്ക്. ഛത്തീസ്ഗഡിലോട്ട് കാലുവെക്ക്, ബീഹാറിലോട്ട് കാലുവെക്ക്, കണ്ണൂരിലേക്ക് കാലുവെക്ക്, കാസർഗോഡിലേക്ക് കാലുവെക്ക്. നീ ബലഹീനയാ, പക്ഷെ അപ്പുറത്ത് ആഭിചാരകൻ പൈശാചിക ശക്തി കേൾക്കുന്നത് കുതിരയുടെ കുളമ്പടിയാ. ഇന്ന് രാത്രി ഈ കൺവെൻഷൻ എഴുന്നേൽക്കുമ്പോൾ ഒരു ഉണർവിന്റെ മുഴക്കം. ശക്തിയോടെ, വിശ്വാസത്തോടെ കരങ്ങളെ തട്ടി ആത്മാവിൽ അന്യഭാഷയിൽ ആ പറഞ്ഞത് ഇന്ന് രാത്രി ഇവിടെ സംഭവിക്കട്ടെ. ഈ ദേശത്ത് വാഴുന്ന വാഴ്ചകൾ ഒരു വലിയ യുദ്ധത്തിന്റെ ആരവം കേൾക്കുക. എഴുന്നേറ്റ് നിൽക്കാവോ? ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനിമേൽ. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ. ഒരു മിനിറ്റ്, അതിന്റെ കറക്റ്റ് സ്കെയിലിൽ സഹോദരന്മാർ പാടും. ഈ സമയം പോകാനുള്ള സമയമല്ല, ഇങ്ങോട്ട് വരാനുള്ള സമയമാണ് കേട്ടോ. പന്തൽ വിട്ട് പോകാനല്ല, ഒരു ദൈവപ്രവൃത്തി മേടിച്ചോണ്ട് പോകണം, ഒരു സ്പർശനം സ്വീകരിച്ചുകൊണ്ട് പോകണം. ഞങ്ങൾ ഒരുക്കമാ നിങ്ങളുടെ മേൽ കൈവയ്ക്കാൻ. ആയുസ്സിൽ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ശക്തിയുടെ പ്രവാഹം ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ അയക്കാൻ പോവുക. ആരാ കൈവച്ച് പ്രാർത്ഥിക്കാൻ മുമ്പോട്ട് വരുന്നേ? വേഗം മുമ്പോട്ട് വാ, വേഗം മുമ്പോട്ട് വാ. സ്റ്റേജിലേക്ക് വരണ്ട, ഈ ഫ്രണ്ടിലേക്ക് വാ. വേഗം വാ, വേഗം വാ. ഈ സ്റ്റേജിൽ നിൽക്കുന്ന അഭിഷിക്തന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇറങ്ങുക. വേഗത്തിൽ വാ, വേഗത്തിൽ വാ. വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. നിങ്ങൾ അപൂർവ കാര്യങ്ങളെ കാണും ഇന്ന് രാത്രി. അപൂർവ കാര്യങ്ങളെ കാണും ഇന്ന് രാത്രി. ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ ജയിക്കില്ല, ജയിക്കില്ല. ചേർന്ന് പാടാം, കരങ്ങളടിച്ച് വിശ്വാസത്തോടെ. ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. ശത്രുഗണം ഒന്നാകാവേ ചെങ്കടലിൽ. ശത്രുഗണം ഒന്നാകാവേ ചെങ്കടലിൽ മുങ്ങിപ്പോൾ. വൈരിയുടെ എതിർപ്പുകൾ
ഹല്ലേലൂയ ജയം 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 ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥ എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലാ തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലാ നായകനായുള്ള നീന ജയം ജയം വിജയം നായകനായുള്ള നീന ജയം ജയം വിജയം ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും രക്തം കൊണ്ടു മുദ്രയിടം കണ്ട ജനം രക്തം കൊണ്ടു മുദ്രയിടം കണ്ട ജനം ഒന്നിച്ചു ആകളങ്ങൾ ഊരിലും ആകളങ്ങൾ ഊരിലും രക്തം കൊണ്ട് ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും രക്തം കൊണ്ടു മുദ്രയിടം കണ്ട ജനം ഒന്നിച്ചു രക്തം കൊണ്ടു മുദ്രയിടം കണ്ട ജനം ആകളങ്ങൾ ഊരിടുമ്പോൾ ഭൂതലം പിറക്കും ആകളങ്ങൾ ഊരിടുമ്പോൾ ഭൂതലം പിറക്കും രക്തം കൊണ്ടു കണ്ട ജനം ഒന്നിച്ചു രക്തം കൊണ്ടു മുദ്രയിടം കണ്ട ജനം ആകളങ്ങൾ ഊരിടുമ്പോൾ ഭൂതലം പിറക്കും ആകളങ്ങൾ ഊരിടുമ്പോൾ ഭൂതലം പിറക്കും ജയം ജയം ഹല്ലേലൂയ ജയം 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 ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു സമരം ധനമയി സമരം ജയം ജയം എപ്പോഴും പാപത്തെയും ലോകത്തെയും ക്രൂശിന്മേൽ വാദിച്ചു പാപത്തെയും ലോകത്തെയും ക്രൂശിന്മേൽ വാദിച്ചു സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു ജയം ജയം ഹല്ലേലൂയ ജയം 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 ഹല്ലേലൂയ ജയം ജയം യേശുനാഥ നാമത്തിനു ജയം ജയം യേശുനാഥ നാമത്തിനു ജയം ജയം ഹല്ലേലൂയ 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 ജയമേ ഹല്ലേലൂയ 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 ജയമേ ഹല്ലേലൂയ 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 ജയമേ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ജയം ഹല്ലേലൂയ 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 ഓ ഹല്ലേലൂയ 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 ജയമേ ഹല്ലേലൂയ 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 ജയമേ ഹല്ലേലൂയ 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 ജയമേ ഹല്ലേലൂയ 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 ജയമേ ഹല്ലേലൂയ 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 ജയം 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 ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു ജയം 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 ഹല്ലേലൂയ ജയം 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 ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു ജയം ജയം യേശുനാഥ നാമത്തിനു തകർക്കുന്ന രാജരാജൻ തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ ഉടവാളവര ഹലര ഹലര ഉണ്ടേ അത്ഭുതമേലവര സമരം ഫലമുണ്ടേ ജയം ജയം ഹല്ലേലൂയ ജയം 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 ഹല്ലേലൂയ ജയം ജയം യേശുനാഥ നാമത്തിനു ജയം ജയം യേശുനാഥ നാമത്തിനു ജയം ജയം ഹല്ലേലൂയ 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 ജയമേ ഹല്ലേലൂയ 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 ജയമേ ഹല്ലേലൂയ ഹല്ലേലൂയ